ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ ഫാദർ റോബിൻ. ഈ വീഡിയോയിൽ നമ്മൾ റിലേറ്റീവ് സെറ്റ്സെയും അക്വസേറ്റീവ് ആണ് പഠിക്കുന്നത്. റിലേറ്റീവ് സെറ്റ്സ് അക്വസേറ്റീവ് പ്രിപ്പോസിഷനോട് കൂടിയും അല്ലാതെയും എങ്ങനെ ഫോം ചെയ്യാം എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. റിലേറ്റീവ് സെറ്റ്സിനെ കുറിച്ച് ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷനും റിലേറ്റീവ് സെറ്റ്സും നോമിനേറ്റീവും നിങ്ങൾ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇല്ലാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ട് ഈ വീഡിയോ ഇതിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും. അത്രയും ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത ഒരു സെൻറ്റൻസ് ആണ് ഇവിടെയുള്ളത്. ദസ് ഈസ് ദ മൈൻ ബ്രൂഡർ എയർ ആർബൈറ്ററ്റ് ഇൻ ബെർലിൻ. നമ്മളത് റിലേറ്റീവ് സെറ്റ്സ് നോമിനേറ്റീവിൽ ചെയ്തിരുന്നു. ദസ് ഈസ് ദ മൈൻ ബ്രൂഡർ ദെയർ ഇൻ ബെർലിൻ ആർബൈറ്ററ്റ്. ഇവിടെ ഞാൻ വേറെ ഒരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്. ദസ് ഈസ് ദ മൈൻ ബ്രൂഡർ ദു ഹാസ്റ്റ് ഇൻ ലെറ്റ്സ്റ്റ് വോഹെ കെനൻഗെലൻഡ്. ഈ രണ്ട് സെൻറ്റൻസുകൾ നമുക്ക് എങ്ങനെ റിലേറ്റീവ് സെറ്റ്സ് ആക്കാം എന്ന് നോക്കാം. ബെസൂക്സ് വോട്ട് ഏതാണെന്ന് നോക്കുക. ബ്രൂഡറിനെ കുറിച്ചുള്ള ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ആണ് ഈ സെൻറ്റൻസ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് ഇവിടെയും ബ്രൂഡറാണ് ബെസൂക്സ് വോട്ട്. ബ്രൂഡർ മസ്കുലിൻ ആണ്, അപ്പോൾ ദെയർ. ഇനി ഇവിടെ നോക്കുക, ഈ ബ്രൂഡറിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള വാക്ക് ഇവിടെ ഈനാണ്. ദു ഹാസ്റ്റ് ഈൻ ലെറ്റ്സ്റ്റ് വോഹെ കെനൻഗെലൻഡ്. ഇവിടുത്തെ വെർബ് ഹാസ്റ്റ് കെനൻഗെലൻഡ്. ആരാണ് കെനൻഗെലൻഡ് ചെയ്തത്? ദു. നോമിനേറ്റീവ് ഇവിടെ ഉണ്ട്. ഈ എന്നുള്ളത് ഏത് കേസിലാണ് ഇവിടെ കിടക്കുന്നത്? അക്വസേറ്റീവില്. ഇവിടെ മസ്കുലിൻ ആണെന്ന് നമ്മൾ കണ്ടു, ഇവിടെ അക്വസേറ്റീവ് ആണെന്നും കണ്ടു, അല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ ബെസൂക്സ് വോട്ട് ആണ് പറയുന്നത് ഏത് ജെൻഡറിലാണെന്ന്. നമ്മൾ കണ്ടു മസ്കുലിൻ. ഇനി ഏത് കേസിലാണെന്നുള്ളത് ഇവിടുത്തെ വെർബ് പറയുന്നു അക്വസേറ്റീവ് മസ്കുലിൻ ദെൻ. നമുക്കിനി ഈ സെന്റൻസ് റിലേറ്റീവ് സെറ്റ്സ് ആക്കി എഴുതാൻ വേണ്ടി നോക്കാം. Das ist mein Bruder, റിലേറ്റീവ് പ്രൊനോമൻ then. ഇവിടെ സെന്റൻസ് തുടങ്ങുന്നത് ദു വെച്ചാണ്. അപ്പൊ ദു നമ്മൾ എഴുതുന്നു then. ദു ഹാസ്റ്റ് ഇവിടുത്തെ വെർബാണ്. വെർബ് കഴിഞ്ഞിട്ടുള്ളത് ഇൻ ഉള്ളത് നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതി. ഇനി ലെറ്റ്സ്റ്റ് വോഹെ. ഇനി വെർബിന്റെ പാർട്ടിസിപ്സ് ആയി കെനൻഗെലൻഡ്. ഇവിടെ സെക്കൻഡ് പൊസിഷനിലെ വെർബ് അവസാനത്തേക്ക് പോകുന്നു ഹാസ്റ്റ്. Das ist mein Bruder, den du letzte Woche kennengelernt hast. നിങ്ങളിവിടെ ഇപ്പം വേറൊരു സെന്റൻസ് കാണുന്നുണ്ട്. Meine Frau ist schön. Ich liebe sie. പതിവുപോലെ ബെസൂക്സ് വോട്ട് നോക്കുക. Meine Frau. ഈ ഫ്രൗവിനെ കുറിച്ചുള്ള അഡീഷണൽ ഇൻഫർമേഷൻ ആണ് നമുക്ക് രണ്ടാമത്തെ സെന്റൻസിൽ കിട്ടുന്നത്. അപ്പോൾ ഫ്രൗ ആണ് ഇവിടുത്തെ ബെസൂക്സ് വോട്ട്. ഫ്രൗവിന്റെ ജെൻഡർ ബി. ഫെമിനിൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനിയിപ്പം ഏത് കേസിലാണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അതിനുള്ള നമ്മൾ നോക്കുന്നു വെർബ്. ലീബ് എന്നുള്ളതാണ് വെർബ്. ഇവിടെ ഫ്രൗവിനെ കുറിക്കുന്ന വാക്ക് സി ആണ്. തേർഡ് പേഴ്സൺ സിംഗുലർ ഫെമിനിൻ. ഇവിടെ ഇഹ് നോമിനേറ്റീവ് ആണ്. ഇവിടെ സി എന്ന് പറയുന്നത് അക്വസേറ്റീവിലാണ് വന്നിരിക്കുന്നത്, അല്ലെ? അക്വസേറ്റീവില് ദി ആണ് റിലേറ്റീവ് പ്രൊനോമൻ. ഇവിടെ മൈനെ ഫ്രൗ ആണ് ബെസൂക്സ് വോട്ട്. അപ്പൊ അത് കഴിഞ്ഞ പാടെ കോമ റിലേറ്റീവ് പ്രൊനോമൻ ദി. മൈനെ ഫ്രൗ ദി ഇഹ്. ഇനി ഇവിടെ വെർബ് മാത്രമേ ഉള്ളൂ. അപ്പം വെർബ് എടുത്ത് എഴുതുന്നു ദി ഇഹ് ലീബെ കോമ മൈനെ ഫ്രൗ ദി ഇഹ് ലീബെ. ഇവിടെ ബാക്കി എന്താണ് ഉണ്ടായിരുന്നത്? ist schön.
meine Frau, die ich liebe, ist schön. ഇവിടെ വേറൊരു സെന്റൻസ്, das Brot schmeckt gut. Du hast es gestern gekauft. അതുപോലെ നമുക്ക് നോക്കാം ഏതാണ് ബെസൂഗ്സ്വർട്ട്. ഈ ബ്രോട്ടിനെ കുറിച്ചുള്ള ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ആണ് ഇവിടെ പറയുന്നത്. ബ്രോട്ട് ആണ് ബെസൂഗ്സ്വർട്ട്. ബ്രോട്ടിന്റെ ജെൻഡർ ഇവിടെ തന്നെയുണ്ട്, ദസ്. നോയിട്രൽ ആണെന്ന് മനസ്സിലായി. ഇനി ഇതിനകത്ത് ഏത് കേസ് ആണെന്ന് നമുക്ക് നോക്കാം. Du hast es gestern gekauft. ഇവിടെ വെർബ് ഏതാണ്? hast gekauft, മേടിച്ച. ആര് വാങ്ങി എന്നാണ് പറഞ്ഞത്? du, നീ. ഇപ്പം ഇവിടെ നോമിനേറ്റീവില് du ഉണ്ട്, ഇവിടെ s അപ്പോൾ അക്യൂസേറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബ്രോട്ടിനെ കുറിക്കുന്ന വാക്ക് s. ന്യൂട്രൽ അക്യൂസേറ്റീവ് das ആണ്. അപ്പോൾ ഇവിടുത്തെ റിലേറ്റീവ് പ്രൊനോമൻ ഏതാണ്? das. ഇനി നമുക്ക് ആ സെന്റൻസ് എഴുതി നോക്കാം. Das Brot, കോമ ഏതാണ് റിലേറ്റീവ് പ്രൊനോമൻ? das. Das Brot, das. ഇവിടുത്തെ സബ്ജക്റ്റ് വരുന്നു du. സെക്കൻഡ് പൊസിഷനിലെ വെർബ്, അത് അവസാനത്തേക്ക് പോകാനുള്ളതാണ്. എസിന് പകരം നമ്മൾ ഇവിടെ das എഴുതി. ഇനി gestern, das du gestern. പിന്നെ നമ്മൾ gekauft. ഇനി ഇവിടെ സെക്കൻഡ് പൊസിഷനിലുള്ള വെർബ് ഉണ്ട് gekauft hast, കോമ. ഇനി ഇവിടെ ബാക്കി ഉണ്ടായിരുന്നു das Brot നമ്മൾ എഴുതി. ഇനിയിപ്പോൾ ഉള്ളത് schmeckt gut. അപ്പോൾ സെന്റൻസ് ആയി das Brot, das du gestern gekauft hast, schmeckt gut. നമുക്ക് ഇവിടെ മസ്കുലിൻ അക്യൂസേറ്റീവ് കിട്ടി, ഫെമിനിൻ അക്യൂസേറ്റീവ് കിട്ടി, നോയിട്രൽ അക്യൂസേറ്റീവും കിട്ടി. ഇനി നമുക്ക് പ്ലൂറൽ നോക്കാം. Wie findest du die Fotos? Wir haben sie gestern gemacht. ഇവിടെ ബെസൂഗ്സ്വർട്ട് നമ്മൾ നോക്കുന്നു. ഫോട്ടോസിനെ കുറിച്ചുള്ള അഡീഷണൽ ഇൻഫർമേഷൻ ആണ് രണ്ടാമത്തെ സെന്റൻസ് വരുന്നത്. അപ്പം ഫോട്ടോസ് ആണ് ഇവിടുത്തെ ബെസൂഗ്സ്വർട്ട്. ഫോട്ടോസ് പ്ലൂറൽ ആണ്, തി. ഇനിയിപ്പോൾ നമുക്ക് നോമിനേറ്റീവ് ആണോ അക്യൂസേറ്റീവ് ആണോ ജെനിറ്റീവ് ആണോ ഡാറ്റീവ് ആണോ എന്നറിയണം. പിന്നെ നമുക്ക് ഫോട്ടോസിനെ റിലേറ്റ് ചെയ്യുന്ന വാക്ക് ഇവിടെ ഏതാണുള്ളത്? സി ആണ് അല്ലേ. ഇവിടുത്തെ വെർബ് ഹാവൻ gemacht. ആര് ചെയ്തു എന്നാണ്, ആരെടുത്തു എന്ന് പറയുന്നത്? വിയർ. വിയർ നോമിനേറ്റീവില് ഇവിടെ ഉണ്ട്. അപ്പം സി ഇവിടെ അക്യൂസേറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പ്ലൂറൽ അക്യൂസേറ്റീവ് ഏതാണ്? ദി ആണ്. നമ്മൾ കണ്ടു ഇവിടുത്തെ റിലേറ്റീവ് പ്രൊനോമൻ ദി ആണ്. Wie findest du die Fotos, കോമ റിലേറ്റീവ് പ്രൊനോമൻ ദി. അത് കഴിഞ്ഞ് ഇവിടുത്തെ സബ്ജക്റ്റ് വരുന്നു വിയർ. ഹാബൻ വെർബാണ്, അവസാനത്തേക്ക് പോകാനുള്ളതാണ്. പിന്നെ സിക്കുള്ളത് റിലേറ്റീവ് പ്രൊനോമൻ നമ്മൾ എഴുതി. ഇനി gestern, ഇനി gemacht. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പൊസിഷനിലുള്ള വെർബ് അവസാനം വരുന്നു haben. നമുക്ക് സെന്റൻസ് ഇനി വായിച്ചു നോക്കാം. Wie findest du die Fotos, die wir gestern gemacht haben? ഇനി നമുക്ക് അക്യൂസേറ്റീവ് പ്രിപ്പോസിഷനോട് കൂടെ റിലേറ്റീവ് സാറ്റ്സ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു സെന്റൻസ് എഴുതിയിട്ടുണ്ട്. Das ist mein Neffe. Ich habe für ihn Eis gekauft. ബെസൂഗ്സ്വർട്ട് ഏതാണ്? mein Neffe. നെഫേനെ കുറിച്ചാണ് പറയുന്നത്. mein Neffe. നെഫയുടെ ജെൻഡർ നമുക്കറിയാം, ദയർ, മാസ്കുലിൻ.
ഇനി ഏത് കേസ് ആണെന്ന് നമ്മൾ നോക്കണം. അതിന് നെഫേനെ കുറിക്കുന്ന വാക്ക് ഏതാണ്? ഈൻ അല്ലെ? ഈൻ പക്ഷെ ഒരു പ്രിപ്പോസിഷന്റെ കൂടെയാണുള്ളത്. ഫ്യൂർ ഈൻ. ബെസൂഗ്സ്വർട്ടിനെ റിലേറ്റ് ചെയ്യുന്ന വാക്ക് ഒരു പ്രിപ്പോസിഷന്റെ കൂടെയാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ പിന്നെ വേറൊന്നും നോക്കണ്ട, ആ പ്രിപ്പോസിഷനാണ് തീരുമാനിക്കുന്നത് ഏത് കേസിലായിരിക്കണം റിലേറ്റീവ് പ്രൊനോമൻ എന്ന്. ഇവിടെ നോക്കുക, ഫ്യൂർ എന്നുള്ളത് അക്വസേറ്റീവ് പ്രിപ്പോസിഷൻ ആണ് അല്ലേ? മസ്കുലിൻ ആണ്. അപ്പം അക്വസേറ്റീവ് മസ്കുലിൻ അക്വസേറ്റീവ് ദേൻ ആണ്. അപ്പോൾ ഇവിടെ വരേണ്ടത് ദേൻ. ഇനി നമുക്ക് ഈ സെന്റൻസ് എങ്ങനെ റിലേറ്റീവ് സാറ്റ്സ് ആക്കി എഴുതാമെന്ന് നോക്കാം. Das ist mein Neffe, ഇനി നമ്മൾ സാധാരണ എഴുതുന്നത് റിലേറ്റീവ് പ്രൊനോമൻ ആണ്. പക്ഷെ ഇവിടെ നോക്കുക, ഇവിടുത്തെ വാക്ക് നിൽക്കുന്നത് ഒരു പ്രിപ്പോസിഷന്റെ കൂടെയാണ്. അപ്പൊ അതിന് നമ്മൾക്ക് വേർപെടുത്താനായിട്ട് പറ്റുകയില്ല. അപ്പൊ ആ പ്രിപ്പോസിഷൻ ഇതിന്റെ കൂടെ വരണം. പ്രിപ്പോസിഷൻ എങ്ങോട്ട് വരുന്നു? ഫ്യൂർ. റിലേറ്റീവ് പ്രൊനോമൻ നമ്മൾ പറഞ്ഞു ഇവിടെ വരേണ്ടത് ദേൻ ആണ്. ഫ്യൂർ ദേൻ. ഇനി എല്ലാം സാധാരണ പോലെ തന്നെ ഇഹ് വരുന്നു. വെർബ് ഹാബെ അവസാനത്തേക്ക് പോകുന്നു. പിന്നെന്താണ്? ഫ്യൂറിൻ നമ്മൾ ഓൾറെഡി എഴുതി. ഐസ് gekauft. ഇനി നമുക്ക് സെന്റൻസ് ഒരുമിച്ച് നോക്കാം. Das ist mein Neffe, für den ich Eis gekauft habe. മറ്റൊരു സെന്റൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്. Die Wohnung ist nicht fertig. Wir wollen in sie einziehen. ഇവിടെ ബെസൂഗ്സ്വോർട്ട് ഏതാണ്? വോനും അല്ലെ? വോനുങ്ങിനെ കുറിച്ചുള്ള അഡീഷണൽ ഇൻഫർമേഷൻ ആണ് ഇവിടെ നമുക്ക് തരുന്നത്. ബെസൂഗ്സ്വോർട്ട് വോനും, അത് ഫെമിനിൻ ആണ്. ദി ഫെമിനിൻ. ഈ വോനുങ്ങിനെ കുറിക്കുന്ന വാക്ക് ഇവിടെ ഏതാണ്? സി. പക്ഷെ നോക്കുക, സി ഇവിടെ ഒരു പ്രിപ്പോസിഷന്റെ കൂടെയാണ്. ഇൻ സി. ഇന്ന് വെക്സൽ പ്രിപ്പോസിഷൻ ആണ്. പക്ഷെ ഇവിടെ നോക്കുക, ഇവിടെ ഇൻ അതിന് വോനും ഐൻസിയൻ അക്വസേറ്റീവിലാണ്. ഫെമിനിൻ സിംഗുലറില് അക്വസേറ്റീവ് ബി ആണ്. വോനുങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, അതുകൊണ്ട് വോനും കഴിഞ്ഞിട്ട് കോമ. ഇനി അടുത്തത് എഴുതേണ്ടത് റിലേറ്റീവ് പ്രൊനോമൻ ആണ്. പക്ഷെ ഇവിടെ റിലേറ്റീവ് പ്രൊനോമൻ ഒരു പ്രിപ്പോസിഷന്റെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനെ രണ്ടിനെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നു. ഇൻ ദി. പിന്നെ വരുന്നത് വിയർ. വോളൻ അവസാനത്തേക്ക് പോകേണ്ട വെർബാണ്. പിന്നെ ഇൻ സി നമ്മൾ ഓൾറെഡി എഴുതി. ഐൻ സിയൻ സെക്കൻഡ് പൊസിഷനിലെ വെർബ് വോളൻ, കോമ ist nicht fertig. Die Wohnung, in die wir einziehen wollen, ist nicht fertig. വേറൊരു സെന്റൻസ് നമുക്ക് നോക്കാം. Dort kommen unsere Freunde. Wir haben auf sie gewartet. ആരെക്കുറിച്ചുള്ള അഡീഷണൽ ഇൻഫർമേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്? ഉൻസരെ ഫ്രോയിൻഡെ. അപ്പം ബെസൂഗ്സ്വോർട്ട് ഉൻസരെ ഫ്രോയിൻഡെ ആണ്. ഫ്രോയിൻഡെ പ്ലൂരൽ ആണ്. ഫ്രോയിൻഡയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വാക്ക് ഏതാണ്? സി. സി ഇവിടെ ഒരു പ്രിപ്പോസിഷന്റെ കൂടെയാണ്. വാർട്ടൻ ഔഫ് ഏമാൻഡൻ. വാർട്ടന്റെ കൂടെ പോകുന്ന പ്രിപ്പോസിഷൻ ആണ് ഔഫ്. അക്വസേറ്റീവ് പ്രിപ്പോസിഷൻ ആണ് അല്ലെ? ഇവിടെ നോക്കുക, ഔഫ് സി. പ്ലൂരലില് അക്വസേറ്റീവ് ദി ആണ്. ഇനി നമുക്ക് ഈ സെന്റൻസ് റിലേറ്റീവ് സാറ്റ്സ് ആയിട്ട് എഴുതി നോക്കാം. Dort kommen unsere Freunde, ഇനി റിലേറ്റീവ് പ്രൊനോമൻ ആണ് നമ്മൾ എഴുതേണ്ടത്. പക്ഷെ റിലേറ്റീവ് പ്രൊനോമൻ ഒരു പ്രിപ്പോസിഷന്റെ കൂടെയാണ്. അപ്പം ആ പ്രിപ്പോസിഷനെ കൂട്ടി നമ്മൾ എടുക്കുന്നു. ഔഫ്. റിലേറ്റീവ് പ്രൊനോമൻ നമ്മൾ പറഞ്ഞു ദി. ഔഫ് ദി.
അടുത്തത് സബ്ജക്റ്റ് വരുന്നു വിയർ. അടുത്ത വാക്ക് ഹാബൻ ആണ്. ഹാബൻ അവസാനത്തേക്ക് പോകേണ്ട വെർബാണ്. ഔസി നമ്മൾ എഴുതി. പിന്നെ ഗവാർട്ടറ്റ് ആണ് ബാക്കിയുള്ളത്. സെക്കൻഡ് പൊസിഷനിലെ വെർബ് അവസാനം വരുന്നു ഹാബൻ. Dort kommen unsere Freunde, auf die wir gewartet haben. Auf die, für den, in die, auf die ആണ് അക്യൂസേറ്റീവ് പ്രിപ്പോസിഷനോട് കൂടെയുള്ള റിലേറ്റീവ് സാറ്റ്സ്. ഇനി നമുക്ക് അവസാനമായിട്ട് ഒരു സെന്റൻസും കൂടെ നോക്കാം. Hier ist das Geschenk. Ich habe mich über das Geschenk sehr gefreut. Sich freuen എന്നുള്ളതാണ് വെർബ്. അതിൻ്റെ കൂടെ രണ്ട് പ്രിപ്പോസിഷൻസ് ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. sich freuen auf etwas, sich freuen über etwas. രണ്ടും വ്യത്യാസമുണ്ട്. ich freue mich auf etwas എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിലാണോ ഞാൻ സന്തോഷിക്കുന്നത് അത് വരാൻ പോകുന്നതേ ഉള്ളൂ, ആ കാര്യം നടന്നിട്ടില്ല. freue mich über etwas എന്ന് പറയുമ്പോഴത്തേനും ആ കാര്യം ഓൾറെഡി കഴിഞ്ഞു പോയി. ഇവിടെ നമുക്ക് പതിവ് പോലെ ബെസൂക്സ് വോർട്ട് ഏതാണെന്ന് നോക്കാം. das Geschenk അല്ലേ? das Geschenk ന്യൂട്രലാണ്. das ന്യൂട്രൽ. Ich habe mich über das Geschenk sehr gefreut. അപ്പം ആ ഗഷെങ്കിനെ കുറിച്ചുള്ള അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. ഗഷെങ്ക് ആണ് അവിടുത്തെ ഇവിടെ റിലേറ്റ് ചെയ്തു വരുന്ന വാക്ക്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രിപ്പോസിഷൻ പോകുന്നുണ്ട്. യൂബർ അക്യൂസേറ്റീവ് പ്രിപ്പോസിഷൻ ആണ്. ഇവിടെ ന്യൂട്രൽ അക്യൂസേറ്റീവ് ദസ് ആണ്. ഇവിടെ ദസ് തന്നെ കിടപ്പുണ്ട്. അപ്പം യൂബർ ദസ്. ഇനി ആ സെന്റൻസ് ഞാൻ എഴുതുന്നില്ല, നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. Hier ist das Geschenk, പ്രിപ്പോസിഷൻ വരണം über das. ഇനി വരുന്നത് സബ്ജക്റ്റ് വരുന്നു ich, വെർബ് അവസാനത്തേക്ക് പോകാനുള്ളതാണ്. ഇവിടെ mich ഉണ്ട്. über das ich mich sehr gefreut, അവസാനം വെർബ് habe. Hier ist das Geschenk, über das ich mich sehr gefreut habe. നിങ്ങൾക്ക് റിലേറ്റീവ് സാറ്റ്സ് അക്യൂസേറ്റീവിൽ പ്രിപ്പോസിഷൻ വരുമ്പോഴും പ്രിപ്പോസിഷൻ ഇല്ലാത്തപ്പോഴും എങ്ങനെ ഫോം ചെയ്യാം എന്ന് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു, നമ്മൾ B1 B2 പഠിക്കുന്ന ഗ്രാമർ നമ്മൾ എഴുതുന്ന സെൻറ്റൻസുകളിലും അല്ലെങ്കിൽ പറയുന്ന സെൻറ്റൻസുകളിലും ഉൾപ്പെടുത്താനായിട്ട് പരിശ്രമിക്കണമെന്ന്. ഉദാഹരണമായിട്ട് നമ്മൾക്ക് ഹോക്സൈറ്റിൻ്റെ ഒരു ഐൻലാഡും കിട്ടിയെന്ന് വിചാരിക്കുക. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ എഴുതേണ്ടതെന്ന് കരുതുക. നമ്മൾ അതിന് താങ്ക്സ് പറഞ്ഞുകൊണ്ട് എഴുതുമ്പോൾ vielen Dank für die Einladung അല്ലെങ്കിൽ ich bedanke mich für deine അല്ലെങ്കിൽ für ihre Einladung അങ്ങനെ പറഞ്ഞ് നിർത്താതെ നമുക്ക് പറയാവുന്നത് ഒരു ഐൻലാഡും ആകുമ്പം അതെന്തോ വരാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ sich freuen പറയുമ്പോൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ auf ആണ്. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ich danke dir für die Einladung zu deiner Hochzeit, auf die ich mich sehr freue. അങ്ങനെ പറയാം. അല്ലെങ്കിൽ മറ്റേ രീതിയിലാണെങ്കിൽ ich bedanke mich bei dir für die Einladung zu deiner Hochzeit, auf die ich mich sehr freue. ആ സമയത്ത് നമുക്ക് ബർത്ത്ഡേക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടി. അപ്പോൾ ആ ഗിഫ്റ്റിന് നമ്മൾ താങ്ക്സ് പറയുകയാണ്. അന്നേരം പറയാം ich bedanke mich bei dir für dein Geschenk, über das ich mich sehr gefreut habe. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സെൻറ്റൻസ് കൂടെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ബോധപൂർവം ശ്രമിക്കുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ആ ഒരു ലാംഗ്വേജിൽ ഇച്ചിരി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തി സെൻറ്റൻസുകൾ എഴുതാനും അല്ലെങ്കിൽ പറയാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും നേരുന്നു.